പ്രിയപ്പെട്ടവരെ, പ്രണയത്തിന് ഒരാളെ ദൈവത്തോളം ഉയർത്താനും ഭ്രാന്തനാക്കാനും കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അറേബ്യൻ മണലാരണ്യത്തിലെ പൊള്ളുന്ന മണൽത്തരികൾക്ക് പറയാനുള്ളത് അത്തരമൊരു കഥയാണ്. ഗോത്രപ്പെരുമയുടെയും അധികാരത്തിൻ്റെയും മതിലുകൾക്കിടയിൽ വീർപ്പുമുട്ടി മരിച്ച രണ്ട് പ്രണയികളുടെ കഥ. കൈസ് എന്ന മജ്നുവിൻ്റെയും അവൻ്റെ പ്രിയപ്പെട്ട ലൈലയുടെയും അനശ്വരമായ പ്രണയഗാഥ. ഖൈസ് ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. ബനു ആമിർ ഗോത്രത്തലവൻ്റെ ഏക മകൻ. പക്ഷെ പാഠശാലയിലെ അക്ഷരങ്ങളേക്കാൾ ഖൈസിനെ ആകർഷിച്ചത് അവിടെയുള്ള ലൈല എന്ന പെൺകുട്ടിയുടെ കണ്ണുകളായിരുന്നു. ഗുരുനാഥൻ ഖൈസിനോട് ചോദിച്ചു, ഖൈസ്, നിന്റെ സ്ലേറ്റ് എവിടെ? നീ എന്തിനാണ് ലൈലയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത്? ഖൈസ് സൗമ്യമായി മറുപടി പറഞ്ഞു, ഉസ്താദ്, ഈ ലോകത്തെ എല്ലാ അക്ഷരങ്ങളും ചേർത്ത് വെച്ചാൽ പോലും എനിക്ക് അവളെന്ന പ്രണയത്തെ മാത്രമേ വായിക്കാൻ കഴിയുന്നുള്ളൂ. ഈ സ്ലേറ്റിലെ കറുപ്പിനേക്കാൾ ആഴമുണ്ട് അവളുടെ കണ്ണുകൾക്ക്. ഞാൻ അവിടെ പ്രണയത്തിൻ്റെ ആദ്യ അക്ഷരം അലിഫ് പഠിക്കുകയാണ്. ലൈലയ്ക്ക് നാണം വന്നു. ഖൈസ്, നീ എന്താണ് പറയുന്നത്? നമുക്കിവിടുന്ന് പുറത്തു പോകേണ്ടി വരും. ഖൈസ് മറുപടി പറഞ്ഞു, പുറത്താക്കട്ടെ ലൈല. നമുക്ക് ഈ പാഠശാലയുടെ ചുമരുകൾക്ക് പുറത്ത് മണലാരണ്യത്തിലെ നക്ഷത്രങ്ങൾക്കിടയിൽ നമ്മുടെ പ്രണയത്തിൻ്റെ പുതിയൊരു ലോകം പണിയാം. യൗവനത്തിലേക്ക് കടന്നതോടെ കൈസിൻ്റെ പ്രണയം നിയന്ത്രണാതീതമായി. അവൻ നാട്ടിലെ കവലകളിൽ നിന്ന് ലൈലയെക്കുറിച്ച് ഉറക്കെ പാടി. ഇതൊരു ഭ്രാന്താണെന്ന് ലോകം വിധിയെഴുതി. നാട്ടുകാർ കൈചൂണ്ടി, ദാ നോക്കൂ, സയ്യിദ് അമീരിയുടെ മകൻ വസ്ത്രം പോലും ശ്രദ്ധിക്കാതെ അലയുന്നു. അവനൊരു ഭ്രാന്തനായി മാറിയിരിക്കുന്നു. അവൻ ഒരു മജ്നൂനാണ്. മജ്നൂൻ അതിന് മറുപടി പറഞ്ഞു, അതെ, ഞാൻ മജ്നൂനാണ്. സ്നേഹിക്കാൻ അറിയാത്ത നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലാകും? ഞാൻ ശ്വസിക്കുന്നത് പോലും ലൈലയെയാണ്. ഈ കാറ്റ് കൊണ്ടുവരുന്നത് അവളുടെ സുഗന്ധമാണ്. ലൈലയില്ലാത്ത ഒരു ലോകം എനിക്ക് ശ്മശാനമാണ്. കൈസ് തൻ്റെ വസ്ത്രങ്ങൾ കീറിയെറിഞ്ഞു. അവൻ മണലിൽ അവളുടെ പേരെഴുതി വെച്ച് അതിന് കാവലിരുന്നു. ഇത് കണ്ട് ലൈലയുടെ പിതാവ് കോപത്താൽ ജ്വലിച്ചു. അദ്ദേഹം ലൈലയെ വീട്ടിനുള്ളിൽ തടവിലാക്കി. انت برانيام ادو ان مجنون اكي انت വലിയ മജ്നൂൻ അവൻ ഒരു ഭ്രാന്തനാണ്. മകന്റെ അവസ്ഥ കണ്ട് നെഞ്ചു തകർന്ന കൈസിന്റെ പിതാവ് ആവുന്നത്ര സ്വർണവും ഒട്ടകങ്ങളുമായി ലൈലയുടെ പിതാവിൻ്റെ മുന്നിലെത്തി. സുഹൃത്തെ, എൻ്റെ മകൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മകളെ അവന് വിവാഹം കഴിച്ചു നൽകൂ. അവൻ ഭ്രാന്തനാണെന്ന് ലോകം പറയുന്നുണ്ടാകാം. പക്ഷേ ആ ഭ്രാന്ത് നിന്റെ മകളോടുള്ള സ്നേഹമാണ്. അവൻ രക്ഷപ്പെടാൻ ലൈലയെ വേണം. ലൈലയുടെ പിതാവ് ദേഷ്യം കൊണ്ട് കലിതുള്ളി. നിർത്തു സെയ്ദ്, ഗോത്രത്തിൻ്റെ അഭിമാനം എനിക്ക് സ്വർണത്തേക്കാൾ വലുതാണ്. നാട്ടിലെ കുട്ടികൾ കല്ലെറിയുന്ന, തെരുവിൽ അലയുന്ന ഒരു ഭ്രാന്തന് എൻ്റെ മകളെ നൽകിയാൽ ചരിത്രം എന്നെ ശപിക്കും. എൻ്റെ മകൾ ഒരു രാജകുമാരിയാണ്. ഇവിടുന്ന് ഇറങ്ങിപ്പോകൂ. എൻ്റെ വാതിൽ ഒരിക്കലും നിങ്ങൾക്കായി തുറക്കില്ല. ലൈലയുടെ പിതാവ് അവളെ ധനികനായ വാർധ എന്ന പ്രഭുവിന് വിവാഹം കഴിച്ചു നൽകി. ആർഭാടപൂർവമായ വിവാഹം. പക്ഷെ മണിയറയിൽ ലൈല ഒരു കല്ലുപോലെ ഇരുന്നു. വാർധ ലൈലയുടെ സമീപം ചെന്നു. ലൈല, നീ എന്തിനാണ് മൗനം പാലിക്കുന്നത്? ഞാൻ നിന്നെ ജീവനേക്കാൾ സ്നേഹിക്കും. ലൈല കണ്ണുനീരോടെ പറഞ്ഞു, വാർധ, നിങ്ങൾക്ക് എൻ്റെ ദേഹത്തെ വേണമെങ്കിൽ തടവിലാക്കാം. പക്ഷേ എൻ്റെ ആത്മാവ് മരുഭൂമിയിൽ കൈസിനൊപ്പമാണ്. അവൻ്റെ ഓർമ്മകളാൽ നിറഞ്ഞ ഈ ശരീരം നിങ്ങൾ സ്പർശിക്കുന്നത് ഒരു മസ്ജിദിനെ അശുദ്ധമാക്കുന്നത് പോലെയാണ്. എന്നെ ദയവായി തുടരുത്. വാർധ സ്തംഭിച്ചുപോയി. ഇത്രയും പരിശുദ്ധമായ സ്നേഹമോ? ലൈല, നിന്റെ പ്രണയം ഒരു പുണ്യമാണ്. നീ എൻ്റെ വീട്ടിൽ ഒരു രാജ്ഞിയായി കഴിഞ്ഞോളൂ. നിന്റെ പ്രണയത്തെ ഞാൻ അപമാനിക്കില്ല. നിന്നെ സ്പർശിക്കാതെ നിന്റെ കാവൽക്കാരനായി ഞാൻ ഉണ്ടാവും. ഞാനിപ്പോൾ
ഒരു മരുഭൂമിയിലെ ഒറ്റപ്പെട്ട യാത്രികയെ പോലെയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. വാർത്തയുടെ അനുമതിയോടെ ലൈല മജ്നുവിനെ കാണാനായി മരുഭൂമിയിലെത്തി. അവിടെ അവൾ കണ്ടത് എല്ലും തോലുമായ ഒരു മനുഷ്യരൂപത്തെയാണ്. വേദനയോടെ ലൈല ഖൈസിനെ വിളിച്ചു. ഖൈസ്, ഇത് ഞാനാണ്, നിന്റെ ലൈല. മജ്നൂൻ അവളെ നോക്കാതെ മറുപടി പറഞ്ഞു. ലൈലയോ? ലൈല എൻ്റെ ഉള്ളിലാണ്. ഞാൻ കണ്ണടച്ചാൽ അവളെ കാണാം. നീ പുറത്തുള്ള ഏതോ ഒരാളാണ്. എനിക്ക് നിന്നെയല്ല വേണ്ടത്, എൻ്റെ ഉള്ളിലുള്ള ലൈലയും മതി. ലൈല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നോക്കൂ ഖൈസ്, ഞാൻ നിനക്കായി വന്നതാണ്, നമുക്കൊരുമിച്ച് പോകാം. മജ്നൂൻ മറുപടി പറഞ്ഞു, ലൈല, നമ്മൾ ഒന്നായി കഴിഞ്ഞു. ഈ മണലാരണ്യത്തിലെ ഓരോ തരിയിലും നീയുണ്ട്. ഞാൻ നീയാണ്, നീ ഞാനാണ്. ഇനി ഈ ലോകത്ത് നമുക്കൊന്നിക്കാൻ ഒരിടമില്ല. നാം ഒന്നാകുന്നത് മരണത്തിന് ശേഷമാണ്. أنت ليلى أنت براناينيني أنت ليلى أنت براناينيني. വിരഹത്താൽ തളർന്ന ലൈല ആദ്യം ഈ ലോകം വിട്ടു. വാർത്ത അറിഞ്ഞ മജ്നൂൻ അലറിക്കരഞ്ഞുകൊണ്ട് അവളുടെ കല്ലറയ്ക്കൽ ഓടിയെത്തി. ആ മണ്ണിൽ കിടന്ന് അവൻ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ ലോകം കണ്ടത് ലൈലയുടെ കല്ലറയെ കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കുന്ന മജ്നൂനെയാണ്. പ്രിയപ്പെട്ടവരെ, പ്രണയം മരണത്തോടെ അവസാനിക്കുന്നില്ല. ഇന്നും അറേബ്യൻ മണലാരണ്യത്തിലെ കാറ്റിൽ ആ പേര് മുഴങ്ങുന്നുണ്ട്. ലൈല, ലൈല. أنت ليلى أنت براناينيني أنت ليلى أنت براناينيني. ലൈലയുടെ മരണം കേട്ടപ്പോൾ മജ്നൂൻ തേങ്ങിയത് മണ്ണിൽ മുഖം ചേർത്ത് വെച്ചാണ്. എൻ്റെ ആത്മാവിൻ്റെ പകുതി മണ്ണിലേക്ക് പോയിരിക്കുന്നു, ബാക്കി പകുതിയും ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കല്ലറയിൽ വീണു മരിച്ചു. പ്രണയമേ, നീ ഇവിടെ തോൽക്കുന്നില്ല. നീ മജ്നുവിൻ്റെ പാട്ടായി പുനർജനിക്കുന്നു. ലൈലയുടെ കല്ലറയിൽ പൂക്കുന്ന പൂവായി മാറുന്നു.